എന്താ സലിമിക്ക രാവിലെ തന്നെ പച്ചകളെല്ലാം കൂടെ ലഡുവായിട്ട് ഇറങ്ങിയിരിക്കുന്നു. യുവമാര് ലഡുവും പച്ചയാക്കിയോ? പടച്ചോനറിയാം, പാകിസ്ഥാൻ വല്ല ക്രിക്കറ്റും ജയിച്ചിട്ടുണ്ടോ? വേറെന്ത് ജയിക്കാൻ. താങ്ക് യു. ये क्या खुशखबरी है? बेटे को काम मिला है पाकिस्तानी आर्मी में. ഓഹോ, നമ്മളെ കൊല്ലാനുള്ള ലഡു ആയിരുന്നല്ലേ? ये क्या बोले सर? ये हम हिंदुस्तानियों को मारने का लड्डू है न. अरे नहीं सर, अब हमारे बीच में क्या हिंदुस्तानी और क्या पाकिस्तानी. हम यहाँ रोजी रोटी के लिए आए हैं. दोस्त है, दोस्त रहेंगे. അതെ അതെ, അതാ നല്ലത്. ജീവൻ ഭായ്, ഗാഡി റെഡി. ആ അഭി ആയ. അതെ, നിങ്ങൾ ആ പേപ്പേഴ്സ് കളക്ട് ചെയ്ത് ഇവിടെ നിൽക്കേ, ഞാൻ പോട്ടെ. ഇവിടെ ശത്രുരാത്രി ഒറ്റയ്ക്കാക്കിട്ട് പോലടാ. എന്നാ കേട്ടോ. 94.7 FM, the color of music. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന കൂട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ കൂടെ കിടന്നുറങ്ങുന്ന റൂംമേറ്റ്സ്, അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്കൊരു പണി തന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഫോൺ എടുത്തിട്ട് എന്നെ ഒന്ന് വിളിക്കേണ്ട നമ്പർ 556778. ഇത് റേഡിയോ റെഡ് 94.7 FM, the color of music. ഹലോ, എന്താടാ? അതെ, നീ ഇപ്പൊ എന്തിനാ വിളിച്ചത് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ എങ്ങനെ വഴിതെറ്റി വിലയിലേക്ക് എത്തിയോന്ന് അറിയാനല്ലേ? നീ പേടിക്കണ്ടടാ, ഞാൻ അജ്മാനിലേക്ക് പോണ വഴിയാ. പിന്നെ ഇതിനു വേണ്ടി കുമാരനെ കൂടെ വിളിച്ച് കാശ് കളയാൻ നിൽക്കണ്ട. അതേണ്ടി എൻ്റെ കൂടെ ഉണ്ട്. അവന്റെ കമ്പനിയുടെ ഓട്ടാടാ. അവന്റെ കമ്പനിയുടെ ഓട്ടം ഇപ്പൊ സലീമിക്കയ്ക്ക് മാത്രമേ ഉള്ളല്ലേ? അവനോടെ ഞാൻ കണ്ടോളാന്ന് പറഞ്ഞേക്ക്. ആ, നീയും നിനക്ക് കിട്ടുന്നൊന്നും മറ്റുള്ള ആർക്കും കൊടുക്കാറില്ലല്ലോ. അതൊക്കെ പോട്ടെ, ഇവിടുന്ന് വന്നൊരു പെണ്ണിന് വേണ്ടി നീ ഇത്ര ടെൻഷൻ അടിക്കുന്ന കാണുമ്പോ മോനെ ജീവ, ഇത് ആപത്തിലേക്കുള്ള പോക്കാട്ടോ. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട, സൂക്ഷിച്ചോ. ആ വെച്ചോ, ഒന്ന് പേടിപ്പിക്കണം. നല്ല ജീവേട്ടാ, ഇന്നെന്താ നേരത്തെ ആണല്ല? എന്താന്നറിയില്ല, ഒരു തലവേദന. ഒന്ന് കിടന്ന് ഉറങ്ങണം. ഇങ്ങടെ വില്ലയില് വേറെ ആരെങ്കിലും ഉണ്ടാ? ഏയ് ഇല്ല. എന്തേ? ഞാൻ ആ 36-ലെ പഞ്ചാബിന്റെ വീട്ടില് ഫുഡായിട്ട് പോകുമ്പോ ഒരു പെണ്ണുങ്ങടെ സൗണ്ട് കേട്ടിക്കണ്. കേട്ടല്ലേ? ആ, ഞങ്ങളും കേട്ടിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ഒച്ചപ്പാടും ബഹളമൊക്കെ. പണ്ട് ഇവിടെ ഒരു പെൺകുട്ടി തൂങ്ങിച്ചത്തിട്ടുണ്ടെന്ന് ബഷീർക്ക പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് പ്രേതങ്ങളും പിശാചുകളൊന്നും വിശ്വാസമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ ഐറ്റങ്ങളുടെ സ്വഭാവം എപ്പോഴാ മാറി നമ്മളെ ഉപദ്രവിക്കാൻ വരെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇല്ലാത്തപ്പോ നീ അധികം ഇവിടെ കിടന്ന് കറങ്ങണ്ട. എന്താ കാര്യം എന്ന് വെച്ചാല് ഇതുങ്ങൾ വന്നിട്ട് ഇങ്ങനെ അല്ല, ഞാൻ പറയട്ടെ. റെസ്റ്റ് എടുത്തോളി. என்னங்க? போவலையா? அது வந்து ட்ரெஸ்ஸை வாஷ் பண்ணி போட்டிருந்தேன், காஞ்சிடுச்சு. இப்போ போயிடுவேன். சாரி, அதனால தான் உங்கள் ட்ரெஸ்ஸு. അത് കുഴപ്പമില്ല, ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. இதெல்லாம் எப்படி? நீங்க கொடுத்த காசுல தான் பக்கத்து கடையில இருந்து பொருள்லாம் வாங்கி சமைச்சேன். ஐயோ, പുറത്തു പോയിന്നാ? ആരെങ്കിലും പാത്താ? கவலைப்பட வேண்டாம், யாரும் பார்க்கல. சாப்பிடலண்டா, சாப்பிடுங்கோ. പിടിക്കുമാണ്ട് തെരിയില്ല, എൻ്റെ ഒരു സ്റ്റൈല്. ചെറുതായിട്ടൊന്ന് സാപ്പിട്ടതാ, സമയത്തിനായില്ലേ? സാരമില്ല,
ഒന്ന് കൈവച്ച് നോക്കാം. ശ്രീലങ്കൻ ഫുഡ് എപ്പടിന്ന് പാക്കലാം. മതി. വാ, കിഡില് நல்லா இருக்கு. நீங்க சாப்பிடுங்க, நான் ட்ரெஸ் மாற்றி கொண்டு வரேன். എന്താടാ? ആ ജീവട്ടാ, ഞങ്ങൾ അജ്മാനെന്ന് വരുന്ന വഴിക്ക് ആ താമര പറഞ്ഞ പബ്ബിലൊന്ന് കയറി നോക്കി. ഓള് പറഞ്ഞൊക്കെ സത്യമാണ് കേട്ടോ. മാത്രമല്ല ആ മാനേജർ കാര്യം ലേശ സീരിയസ് ആണ്. സംഗതി അടങ്ങാറാണ് കേട്ടോ. ഇതുവരെ ബോധം വീണിട്ടില്ല എന്നാ പറയുന്നത്. ഇങ്ങന്നേ ആ എന്നാ മോനെ ജീവ, നീ ഇന്നലെ വല്ലാത്ത റിസ്ക് ആട്ടോ എടുത്ത്. അയാളെങ്ങാനും കാഞ്ഞു പോയ പെണ്ണിന്റെ കാര്യം പോക്ക. സാരമില്ല, എന്തായാലും നമ്മുടെ തലേന്ന് പോയല്ലോ, അത് മതി. വെച്ചോ. நான் ரெடி. நீங்க உங்களோட ஃப்ரெண்ட்ஸ் எல்லாரும் ஒரு கனவு மாதிரி என்னைக்கும் இந்த மனசுல இருப்பீங்க. போகட்டுமா? പോകണ്ടെന്ന് പറഞ്ഞാ നിൽക്കുവോ? என்ன என்ன சொன்னீங்க? പോകണ്ടെന്ന് சொன்னா നിൽക്കുമോന്നോ? அது எப்படி முடியும்? ആ ഡോറടയ്ക്ക്. என்ன செய்ய போறீங்க? നിന്നെ അങ്ങനെ ഇപ്പോ പോലീസിന് വിട്ടുകൊടുക്ക മാട്ടേന്ന്. പുരിഞ്ഞതാ? നിനക്കെന്താടാ, ഇവളോട് പ്രേമാണോ? ഇത് കല്ലുവല്ലി കേസാ. പോരാത്തിന് പോലീസും പിന്നാലെയുണ്ട്. എന്തെങ്കിലും സംഭവിച്ച അവള് മാത്രമല്ല, നമ്മളെല്ലാവരും അത്തോം പറഞ്ഞേക്കാം. അതൊന്നും എനിക്കറിയില്ല. അപ്പൊ എനിക്ക് അങ്ങനെ തോന്നി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറ. ഇനി ഒന്നും ചെയ്യാനില്ല. ഇവളെ കൊണ്ടുപോയ പോലീസ് സ്റ്റേഷൻ മുമ്പിൽ ഇറക്കി വിടുക. നിനക്ക് പറ്റില്ലെങ്കിൽ പറഞ്ഞാൽ ഞാൻ ചെയ്യാം. അതൊന്നും പറ്റില്ല. ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തു പോയി. വാക്ക് കൊടുക്കാൻ നീ ആരടാ? ദുബായ് ഷേഖിന്റെ മോനോ? കേട്ടി ഞാൻ വെച്ചെന്നുണ്ടല്ലോ. സലീംക്ക, നിങ്ങൾ നടങ്ങിയെന്ന് ഒന്നുമില്ല. ഒരു പെൺകുട്ടിയില്ല, ജീവട്ടം പറഞ്ഞാലും കാര്യമുണ്ട്. ഓ, ഇപ്പൊ ഞാൻ പറഞ്ഞ കുറ്റം. அண்ணா, என்னால் உங்களுக்குள்ள எந்த பிரச்சனையும் வேண்டாம். சலீம் அண்ணா சொன்னதுதான் கரெக்டு. என்னை போலீஸ் ஸ்டேஷன்லேயே விட்டுடுங்க. ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ? അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വിട്ടിട്ട് പോരാനായിരുന്നെങ്കിലേ എനിക്കത് നേരത്തെ ആകായിരുന്നു. ജീവട്ടാ, ഒരു മിനിറ്റ്, ഒരു കാര്യം പറയട്ടെ. ഞാൻ നോക്കിയിട്ട് ഒരൊറ്റ വഴിയുള്ളൂ. ഒരു പാസ്പോർട്ട് ഒപ്പിക്കാം. നിന്റെ മൂത്താപ്പിരിക്കാണ് അവിടെ എടുത്തു തരാൻ. എന്താണ് സലീംക്ക, കള്ള പാസ്പോർട്ട്? എന്റെ പരിചയത്തിലൊരു ചങ്ങായിണ്ട്, ഒരു കാസർഗോഡ് എറിഞ്ഞ ഇച്ച. പക്ഷെ ലേശം ടൈം എടുക്കും. ചിലപ്പോൾ 1-2 മാസമൊക്കെ ആവും. അതുവരെ ഇവളെന്ത് ചെയ്യും? സലിമിക്ക, നമ്മുടെ അഷ്റഫിന്റെ സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് ചോദിച്ചു നോക്കിയാലോ? 1-2 മാസത്തെ കാര്യമല്ലേ, ചിലപ്പോ സമ്മതിക്കും. ആ, അത് ശരി കേട്ടോ. അതാകുമ്പോ ചെക്കിങ് കുറവായിരിക്കും. ആ, പഠിച്ചോന്നറിയാം. ജീവ, ദേ റിസ്ക് കേസാണോ. വല്ല ലേബർ ചെക്കിങ് വന്നാ ഫൈൻ നീ അടച്ചോളാം, പറഞ്ഞേക്കാം.
ഹേയ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇനി ഇതിന്റെ പേരിൽ നിനക്ക് എന്ത് നഷ്ടം വന്നാലും അത് ഞങ്ങൾ 3 ആളും കൂടെ തീർത്തോളാം. ഇല്ലേക്കാ? അല്ലേ? അതെ, ആ. നഷ്ടം ഞങ്ങൾക്കും ലാഭം ഇവനും. അല്ല ഹലോ, ആ. എന്താണ് എല്ലാരും കൂടെ ഒരു ഗൂഢാലോചന? ഏയ് ഒന്നുമില്ല, വൈകിട്ട് എന്താ പരിപാടി പ്ലാൻ ചെയ്യായിരുന്നു. ആണോ? ഓക്കെ, വൈകിട്ട് കാണാം. ശരി. ഡാ, നീയൊന്നും പറഞ്ഞില്ല. ഒരു കാര്യം ചെയ്യാം, ഏതായാലും ഇവിടെ നിർത്താൻ പറ്റില്ല. ഗോഡൌണില് ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ പാക്ക് ചെയ്യുന്ന കുറച്ച് ഫിലിപ്പീനി പെണ്ണുങ്ങളുണ്ട്. അവിടെ നിർത്താൻ നോക്കാം. അത് മതി മതി. ആ. അതാകുമ്പോ ഇവിടെ അടുത്ത് തന്നെയാണ് താമസം. ആ, ആള് വണ്ടിയിലുണ്ട്. നീ എവിടാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ കൊണ്ടുചെന്നാക്കാം. അളോ, ഇന്നൊന്നും പറ്റില്ല. എടാ, വാപ്പയുണ്ട്. വാപ്പ ഉമ്മ കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടാ വന്നത്. പുള്ളിക്കാരൻ ഈ ബുധനാഴ്ച രാവിലെ അങ്ങ് പോയിക്കോളൂ. അത് കഴിഞ്ഞൊരു 11 മണിയാവുമ്പോ നിങ്ങൾ അവളെ കൊണ്ട് ഇങ്ങ് പോര്. അവന്റെ വാപ്പ പറഞ്ഞാൽ ഇവളെന്ത് ഇവിടെ? എന്ത് ചെയ്യാൻ? ഒന്നും ചെയ്യാനില്ല. തൽക്കാലം നമ്മള് 3 ആളുടെ കൂടെ ഒരാളും കൂടെ കൂടി വിചാരിക്കാം. അല്ലേ? വിചാരിക്കാം അല്ലേ? വിചാരിക്കാം അല്ലേ? എന്നാ പോകാം അല്ലേ? ആ